എറണാകുളം കളമശ്ശേരിയിൽ പെൺകുട്ടിയെ ആക്രമിച്ച് സ്വർണവും മൊബൈലും കവർന്ന സംഭവം ഏറെ നടുക്കമുണ്ടാക്കുന്നതാണ്. രാത്രി 8 മണിക്ക് ജോലി കഴിഞ്ഞ് മടങ്ങിയ കണ്ണൂർ സ്വദേശിനിയാണ് ആക്രമിക്കപ്പെട്ടത്. കേസിൽ പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ ലൊക്കേഷനും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ആക്രമണത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയുടെ നില മെച്ചപ്പെട്ടു. സംഭവം നടന്ന റെയിൽവേ പാലത്തിന് സമീപമുള്ള സ്ഥലം ആളൊഴിഞ്ഞ ഇടമായതിനാൽ ഇവിടെ CCTV ഇല്ലാത്തത് പോലീസ് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പോലീസ് പരിശോധന. ഷർട്ടും പാന്റും തൊപ്പിയും ധരിച്ച 30 വയസ്സിനോടടുത്തുള്ള യുവാവിനു വേണ്ടിയിട്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇയാളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നതായും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒരു ക്യാപ്പും ഷർട്ടും പാന്റും ഒക്കെ ഇട്ട ഒരാൾ ഒരു ബാഗൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അയാളെ പെട്ടെന്ന് ഒരു മുണ്ട് ആ കുട്ടിയുടെ തലവഴി ഇട്ടിട്ട് ആ കുട്ടീനെ സ്റ്റെപ്പിൽ വെച്ചിട്ട് ഒരുപാട് ആക്രമിച്ചു. ഒരു പില്ലർ ഉണ്ടായിരുന്നു, ആ പില്ലറിൽ തൂണിലേക്കൊക്കെ തലയിടിച്ചു. പിന്നെ കുറെ കല്ലൊക്കെ വെച്ച് അതിന്റെ മേത്ത് തലയിലൊക്കെ ഒരുപാട് പരിക്കേൽപ്പിച്ചു. തലയുടെ ബാക്ക് സൈഡൊക്കെ മുറിവുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 8:15ഓടെ HMT കവലയ്ക്ക് സമീപമുള്ള കടയിൽ ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്ന 23-കാരിയുടെ 1 പവൻ സ്വർണമാലയും ഒരു കാതിലെ കമ്മലുമാണ് അക്രമി കവർന്നത്. യുവതിയെ ചവിട്ടിയിട്ടതിനു പിന്നാലെ തുണികൊണ്ട് മുഖംമൂടി റെയിൽവേ തൂണിൽ തലയിടിപ്പിച്ചതിനു ശേഷമായിരുന്നു കവർച്ച. പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും അക്രമി മോഷ്ടിച്ചു. സ്വർണത്തിന്റെ 1 പവനിലധികമുള്ള മാലയും ഒരു കമ്മലും പിന്നെ ഒരു ഫോൺ, ഐഫോൺ ആയിരുന്നു. അതൊക്കെ പിടിച്ചു വലിച്ച് കുട്ടീനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടാണ് അയാൾ പോയത്. അത് കുട്ടി അങ്ങനെ നടന്നു വന്ന് അവിടെ അടുത്ത് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവരെ വിളിച്ചു. അപ്പോഴേക്കും അവർ വന്നു. അപ്പോഴേക്കും ആ കുട്ടി വീണു. ഒരുപാട് ട്രോമയിലാണ് കുട്ടി. ഒട്ടും സംസാരിക്കുന്നൊന്നുമില്ല. മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതിയുടെ നില മെച്ചപ്പെട്ടു. യുവതിയെ ഉടൻ ഡിസ്ചാർജ് ചെയ്യുമെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.